ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229901701 മിസ് കോൾ ചെയ്യൂ. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ചാച്ചാ സെബാന ചെറുക്കനാടാ. ചെറുക്കനാ. എങ്ങനെ ഇരിക്കുന്ന രണ്ടുപേരും? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ റൂമിലോട്ട് മാറ്റിയതേ ഉള്ളൂ. നീ ഒന്ന് വേഗം വാടാ. ഞാൻ വരും ചാച്ചാ, ഞാൻ വരിക. എന്നാ ശരി. എടാ ചെറുക്ക, നിന്റെ അപ്പം വരുന്നുണ്ടാ?
നമസ്കാരം. എല്ലാ നല്ലവരായ തലനാട് നിവാസികൾക്കും എന്റെ നമസ്കാരം. ശ്രീ ജസ്റ്റിൻ ജെ വട്ടക്കാലാൽ USA സ്പോൺസർ ചെയ്യുന്ന നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ശ്രീ ജസ്റ്റിൻ ജെ വട്ടക്കാലാൽ USA സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസ് ആണ് ഇന്നത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് എല്ലാ നല്ലവരായ തലനാട് നിവാസികൾക്ക് അറിയാവുന്ന കാര്യമാണത്. ലോറേസ് ഉടൻ തന്നെ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിച്ചോളും. ജസ്റ്റിൻ ചേട്ടാ, അതല്ല ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ USA എന്ന് എഴുതാഞ്ഞേ. എന്റെ ജസ്റ്റിൻ ചേട്ടാ USA എന്നൊക്കെ പറഞ്ഞത് വെറും ചീപ്പാണ്. ആണോ? ജസ്റ്റിൻ ജെ വട്ടക്കാലായി അതാ ഒരു ക്ലാസ്, അതിനൊരു പഞ്ച് മതിയോ? പിന്നെ സത്യം ആ, അത് പറഞ്ഞപ്പോഴാ കുപ്പിയോടെ അരയിലുണ്ട്. അത് കൊച്ചല്ലേ? അല്ലെന്ന്. ചേട്ടൻ വന്നേ, 1-2 അടിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി. പിന്നല്ലേ ആ മ്യൂസിക് കിട്ടേ. ശരി, വാ. ഒരു ഗ്ലാസ് വെച്ചാ കാണത്തില്ലല്ലോ. ചേട്ടൻ ഏതായാലും സാധനം എടുക്കും. ഗ്ലാസ് ഇല്ലാതെ എങ്ങനെയാടാ? ഗ്ലാസ് അതിനല്ലേ ട്രോഫി. ട്രോഫിയോ? ഇട്. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരെ നമ്മൾ 3 കൂടെ എങ്ങനെ ബ്രാൻഡി എന്ന് പറഞ്ഞ ഫോറിൻ ബ്രാൻഡി, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയല്ല. അതിന് വിസ്കിയുടെ ഔട്ടാ. അതാ വിസ്കി എന്ന് പറഞ്ഞ ഫോറിൻ വിസ്കി, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയല്ല. ഓ, ഹലോ ഹലോ ഹലോ, ഒരെണ്ണം കഴിക്കട്ടെ. ജസ്റ്റിൻ ജെ വട്ടക്കാലായിൽ USA സ്പോൺസർ ചെയ്യുന്ന നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. What is this? This is banana tree competition. Full of oil, man climb. ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവൻ വിന്നർ. അണ്ടർസ്റ്റാൻഡ്? ഈ ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവെന്ന് പക്ഷെ നീ എന്താ ഇംഗ്ലീഷ് പറഞ്ഞ കഷ്ടപ്പെടുന്നേ? സാഹിബിന് കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. സാഹിബേ വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ആൻഡ് സീ. ഞാൻ പോരാ. ട്രോഫി ഒരുപാടായി. ഇത് എന്നാ ഒരു മണമെടുത്തുവാ. വാരണം കീറ്. ട്രോഫിലാണ് കളർ തൂട്ടിക്കണേ. ഇതോടെ പ്രൈസ് കൊടുക്കണ്ടല്ലേ? അല്ല, ഗ്ലാസ് വേറെ ഇല്ല. ഗ്ലാസ് ഇവിടെ വെച്ചാണ് കാണാനില്ലെന്ന്. ശരി. 2-3 സാഹിബ്മാര് വന്നിട്ടുണ്ട്. അതായത് ഭാഷ ഇംഗ്ലീഷും പറഞ്ഞ് നാക്കുളിക്ക്. നീ ഉണ്ടായിരുന്നു, എനിക്ക് പോരായിരുന്നു. ഒരൊഴുക്കി. അല്ല, ട്രോഫി കോപ്പ് ഒരൊഴുക്കി. നിങ്ങൾ ഇനി ആ ഉണക്ക റിസോർട്ടിലേക്ക് ഞാനില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഓണാഘോഷ പരിപാടികൾ ഞാൻ വരത്തില്ല. എന്ത് തോന്നുന്നു? അവിടെ വന്നു കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് കം, ഷെഫ് കം, ക്ലീനിംഗ് ബോയ് കം, റൂം ബോയ് കം, മറ്റേ ഗൈഡ് കം, എല്ലാം കൂടെ എന്നെ ഉണ്ടാക്കലല്ല കളി. ആ കളിക്ക് ഞാൻ ഇല്ല. കുട്ട നിനക്ക് ഞാൻ കാശില്ലടാ. കാശ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുക. ഒറ്റെണ്ണം വെച്ചോന്നുണ്ടല്ലോ കാശ്. ബൈക്ക് സ്ലോ റേസിന് പേര് കൊടുത്തിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന ബൈക്ക് സ്ലോ റേസിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ കാറ്റ് പോലെ പറഞ്ഞു പോയിരിക്കുകയാണ്. മത്സരാർത്ഥികളെ ശ്രദ്ധയ്ക്ക്, ഇത് ബൈക്ക് സ്ലോ റേസ് ആണ്, സ്പീഡ് റേസ് അല്ല. ഇത് കാലൂത്തിയ ബൗളാണ്. ഇതാ സുഭാഷ്. അല്പം മുമ്പ് നടന്ന ചാക്കിൽ ചാട്ട മത്സരത്തിന്റെ ഫലം. ഒന്നാം സമ്മാനമായ 3001 രൂപ ക്യാഷ് പ്രൈസ് സമ്മാനമായി നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, തലനാടിന്റെ പ്രിയങ്കരനായ ജോസ്മോനാണ്. ഈ വിജയത്തോടെ ഈ ഇനത്തിൽ തുടർച്ചയായ 11ാം തവണയാണ് അദ്ദേഹം ചാമ്പ്യനാവുന്നത്. ലോറേസ് മത്സരം ഇതാ തുടരുകയാണ്. അടുത്തതായി ജോസ്മോൻ, തലനാടിന്റെ പൊന്നോമന പുത്രൻ, വേഗതയില്ലായ്മയുടെ രാജാവ് ഇതാ മന്ദം ട്രാക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈയടിക്കോ? കഴിഞ്ഞ 8 വർഷമായി ലോറേസ് മത്സരത്തിന്റെ ചാമ്പ്യൻ നേടിയിരിക്കുകയാണ്. 9ാം വർഷം തുടർച്ചയായി ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ്. കൈയടിക്കൂ സുഹൃത്തുക്കളെ, കൈയടിക്കൂ. വാഴയിലേറ്റ മത്സരത്തിന് ശേഷം ഉടൻ തന്നെ കലാമത്സരങ്ങൾ സ്റ്റേജിൽ ആരംഭിക്കുന്നതായിരിക്കും. ഇതാ വാഴയിൽ കയറ്റ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ആദ്യമായി കയറുന്നത് തലനാടിന്റെ പ്രിയങ്കരനായ ഹരി. അദ്ദേഹം വാഴയിൽ കയറുകയാണോ കടിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അടുത്തതായി സാബു ഇതാ സൂ എന്ന് താഴോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ അടുത്തതായി വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു ജോസ്മോൻ. കഴിഞ്ഞ 8 വർഷമായി വാഴയിൽ
കയറ്റ മത്സരത്തിലെ ചാമ്പ്യൻ. കൂടാതെ ഞണ്ടുകല്ല്, ഓന്തുപാറ, എരുമാപ്ര, ഉപ്പിടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ലബുകളിൽ വാഴയിൽ കയറ്റ മത്സരത്തിലെ സ്ഥിരം ചാമ്പ്യനാണ് അദ്ദേഹം. ജോസ് മോൻ വാഴയിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ട്രിപ്പിൾ ഹാട്രിക് കൊണ്ടേ പോകുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതാ ജോസ് മോൻ പിടിമുറുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജോസ് മോൻ ഇതാ വാഴയെ വാരിപ്പുണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അമ്മമാർക്ക് ക്ലബിൽ ചാക്കിച്ചാട്ടം ഉണ്ടാക്കാം, മറ്റേ റൊട്ടിയുടെ ഉണ്ടാക്കാം, വാഴയില് അള്ളി പിടിച്ച് കയറുന്ന മത്സരമുണ്ട്, സകല മത്സരമുണ്ട്. വെള്ളമടിക്കാനൊക്കെ ഒരു മത്സരം നടത്താൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അവന്മാർക്ക് വലിയ സദാചാരമാണ്. ഈ ജസ്റ്റിയ വട്ടക്കാല എന്ന് പറഞ്ഞ മറ്റേ ജസ്റ്റിയ വട്ടക്കാലാണ് അപ്പൂപ്പന്റെ കണ്ണാണോ കറണ്ടാണോ പോണേ? എടാ നിനക്ക് ഈ മത്സര പരിപാടിയൊക്കെ നിർത്തിയിട്ട് പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണവർക്കാ? എന്റെ അപ്പൻ ചേട്ടൻ ഞാൻ ഈ വർഷം വിരമിക്കായിരുന്നാന്നേ. അപ്പോഴായിരുന്നു ക്യാഷ് അവാർഡ് ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ മത്സരിച്ചേ. ആരായി ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആരാ? ഒന്ന് പറയൂട്ടെ, എത്ര വശം പറയണം? ജസ്റ്റിൻ ജെ വട്ടക്കാലായി. ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ USA അതുകൂടെ വേണം. USA എന്ന് പറഞ്ഞ ന്യായം കേസാ. ഈ കാശ് കിട്ടുമ്പോ എന്റെ കാശ് കുറച്ചും കൂടെ തരണം. നല്ല ടൈറ്റാ. അപ്പൻ ചേട്ടന്റെ കാശ് ഞാൻ എന്നായാലും തരും. പക്ഷെ ഈ കാശ് അതെനിക്ക് വേണം. എനിക്ക് അതിനോട് എന്തോ ഒരു ഇതുണ്ട്. ഞാൻ വിരമിക്കുമല്ലേ, ഇവന്റെ ലാസ്റ്റ് മത്സരമായിരിക്കും. ആയിരിക്കണം, പറ്റിക്കരുത്. ജോസ്മോനെ, നീ ആരാണ് നിനക്കറിയോ? നീയാണ് പൂവള്ളി ഇന്ദുചൂടൻ. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും നിനക്കല്ലേ ഒന്നാം സമ്മാനം. യു ആർ പൂവള്ളി ഇന്ദുചൂടൻ ആൻഡ് ഐ ആം ജസ്റ്റിൻ ജെ വട്ടക്കാല. USA. ബിയറുണ്ടോ? ബിയറും കയറൊന്നുമില്ല. പിന്നെ ഒരു കുപ്പിക്ക് കിട്ടിയാവുന്നതാണ് ഇനിയിപ്പോ ബിയർ. അല്ലെങ്കിൽ ഞാൻ അടുത്ത ശരിയാവത്തില്ല. എനിക്ക് ലളിതഗാനം മിമിക്രിയൊക്കെ ഉള്ളതാ. അടുത്ത ചെയ്ത് ജോസ് പ്രകാശ് ശരിക്കും വരത്തില്ല. അവിടെ അത് ഞങ്ങൾ കാണണോടാ. അവൻ കലാകാരനാ കേട്ടോ. അതെ, ആ ലളിതഗാനത്തിന്റെ റെഫറി വന്നിട്ടില്ല. ആ അല്ല ജഡ്ജേ. അതാ ബാങ്ക് പ്രസിഡന്റ് പിടിച്ചാക്ക്. ആ വർക്കിച്ചേട്ടനില്ലേ, അതിനെ പിടിച്ചാക്ക്. അപ്പം ഞാൻ പൊക്കോട്ടെ. നീ പോണം. ഇവിടെ ആ ഒരു പൈൻ്റുള്ളൂ. നീ പോയേ. ടച്ചിന്റെ സാധനമൊന്നും കണ്ട് അടിക്കണത്. എടാ കുട്ട നിനക്ക് എന്തെങ്കിലും ഒപ്പിക്കായിരുന്നില്ലേ? ഉണ്ടല്ലോ, ടച്ചിങ് ഉണ്ടല്ലോ. എന്നാ ഇതിനകത്ത് കൊച്ചിന്റെ കുറുക്കുണ്ടല്ലോ. കുറുക്ക് എടുത്ത് നമ്മൾ അടിച്ചു തീർത്താ ഇറങ്ങിയിരിക്കുക. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയോരോർമ്മയാൽ പ്ലേറ്റ് ഒന്നും അല്ലായിരുന്നു, ക്യാഷ് പ്രൈസ് ആയിരുന്നു. അത് നന്നായി. നീ പറഞ്ഞിട്ടിരിങ്ങി വരികയല്ലേ? കൊച്ചെ, പിന്നെ ട്രെയിനിൽ അപ്പടി കള്ളന്മാരാ, സൂക്ഷിച്ചോണം. അതേത് ട്രെയിൻ? പടാ എടാ, അവള് 18 തീയതി വരും. സെമിസ്റ്റർ ഫീസ് കൊടുക്കണം. എങ്ങനെ? പിന്നെ വാടക വീടെങ്കി വാടക വീട്, അത് മതിയെന്നേ. ഇതൊക്കെ നമുക്ക് അങ്ങനെ വിറ്റ് കളയാൻ പറ്റുമോ അമ്മേ? അപ്പ ഉണ്ടാക്കിയതല്ലേ. ഈ സെമസ്റ്റർ പരിപാടി ഇല്ലായിരുന്ന വർഷത്തിൽ ഒന്നടച്ചാൽ മതിയായിരുന്നു ഫീസ്. ഇപ്പൊ കൊറേ നാളായിട്ട് നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. കേറി വാ. നിനക്കെന്നെ ഇത്ര ചമ്മലി? നിനക്കതൊക്കെ ശീലമുള്ളല്ലോ മോനെ. ഇതിപ്പോ ഒന്നരാടം കേടുവന്നോണ്ടിരിക്കുകയാണല്ലോടാ. നമുക്കിതങ്ങ് മാറ്റി പുതിയൊരെണ്ണം വാങ്ങി ഫിറ്റ് ചെയ്താലോ? എന്റെ അച്ഛൻ ഇത് എങ്ങനെ പറയാൻ തോന്നി വെച്ചോ? പെട്ടെന്ന് അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു മോട്ടറാണോ ഇത്? ഇത് ആരോടെ വാങ്ങി വെച്ചേന്ന് അറിയാവോ? ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രൻ പാതാലിൽ പിതാവ് ഇവിടെ വികാരിയച്ഛനായിരുന്നപ്പോ വാങ്ങി വെഞ്ചിരിച്ചു വെച്ച മോട്ടറാ ഇത്. അതിനുശേഷം എത്ര അച്ഛന്മാർക്ക് കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും ഇവരെടുത്ത സ്നേഹം കൊണ്ടല്ല. നീ കാശ് തന്നാ പിന്നെ ചോദിക്കും. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. നല്ലത്. അല്ല ജസ്റ്റിൻ ചേട്ടാ, നിങ്ങൾ എങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് കാശ് വാരിയത്? വാരുന്ന കാശല്ലടാ, പിന്നെ അപ്പിയാ വാരുന്നത്. ഒരു മദാമത്തലയുടെ അപ്പി വാരലടാ എന്റെ പണി. അങ്ങനെ വാരി എക്സ്പേർട്ട് ആയ സമയത്താണ് എനിക്കൊരു കൊച്ചുണ്ടാകുന്നത്. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ഇനി കൊച്ചിന്റെ അപ്പി വാരിയാ. അവിടെ അമ്മൂമ്മയുടെ ഒരു വിഗ് ചൂടെടുത്തിട്ട് പാടില്ല മനുഷ്യന്. എന്തായാലും കള്ളു പിടിച്ചവങ്ങളുള്ള സത്യം തുറന്നു പറഞ്ഞല്ലോ. സത്യത്തിന്റെ മുഖം വികൃത നീ കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ട്. നീ ഉണ്ട്. നീ അവൻ കേട്ടിട്ടുണ്ടെന്ന്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നീ നിന്റെ കൊച്ചിന്റെ അപ്പയല്ലേ വരെ നാട്ടുകാരുടെ കൊച്ചിന്റെ ഒന്നുമല്ലോ. ആ അത് നേരാണല്ലോ. വാർത്തയെ നിങ്ങൾക്ക് ഇങ്ങനെ ഫീസ് അടയ്ക്കുന്ന ഞാൻ അമേരിക്ക പിന്നെ എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു മാന്യത. ജോസ്മാനെ നിന്റെ പെങ്ങടെ ഫീസ് അടയ്ക്കാൻ ഒരു മാർഗം പറഞ്ഞുതരാം. അതിന് നീ ഇങ്ങോട്ട് ഏറ്റു പോന്നേ. അതവിടെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതാ നിന്റെ പെങ്ങടെ ഫീസ് അടയ്ക്കണമെങ്കിൽ നീ ആ ബുള്ളറ്റ് അങ്ങ് വിൽക്കണം. ബുള്ളറ്റിനെ പറ്റി കഴിഞ്ഞ ദിവസം നോബിച്ചേട്ടൻ പറഞ്ഞാടാ വിറ്റ 1.5 ലക്ഷം രൂപ കിട്ടുമല്ലോ. എത്ര ലക്ഷം കിട്ടിയാൽ ഞാൻ വിക്കറ്റിനാണ്. എടാ 10 പൈസയിലാണോ നീ ലോകം മുഴുവൻ കറങ്ങാൻ ഇറങ്ങി? എടാ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങുമ്പോ നിനക്ക് യു ചൂസ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ. ഡോണ്ട് ഡു ദിസ് കൈൻഡ് ഓഫ് പരിപാടി. ഒക്കെ എവിടെ ഉണ്ട്? അപ്പം ചേട്ടാ ഞാൻ നൈസായിട്ട് ബില്ലൊരു 12,800 അടിച്ചു കിട്ടി വെച്ചിട്ടുണ്ട്. നീ അടിച്ചു കരുത് മുഴുവൻ മടക്കി നാളേക്ക് വെച്ചോ. അവന്റെ കയ്യിൽ 10 പൈസ ഇല്ലടാ. വണ്ടി കാശ് ചോദിച്ചോണ്ട് നിക്കണത് ഇപ്പാ. ചേട്ടാ 100 രൂപ. 100 രൂപയോ? നീ നമ്മളവന് കാശ് കൊടുക്കണോ? പോയ ഈ വഴിക്ക് കണ്ടേക്കരുത്. താങ്ക് യു. പിന്നെ കാണാം. ഞാൻ പറയാം. ഈ ഒറ്റ ഉത്തരവാദി. എടാ ഇവിടെ താമസിക്കുന്നവർക്ക് അഡ്വാൻസ് വാങ്ങണ്ടാ. അല്ല ഞാൻ അറിഞ്ഞോ ഇതുപോലെ സായിപ്പന്മാരൊക്കെ നമ്മളെ പോലെ പറ്റിക്കണവന്മാരുണ്ടെന്ന്. ഇവിടെ മനുഷ്യന് 1 വർഷം പണിയെടുത്താലും ഒന്ന് വീഗാലാൻഡ് പോലും പോകാൻ പറ്റൂല. ഓ കണ്ടോ നമ്മളെ കൈ തൊട്ടാ വണ്ടി അപ്പ സ്റ്റാർട്ടാ. അത് ശരി. 2 ദിവസമായിട്ട് ഞാൻ കൊണ്ടുപോയത് വെറുതെയായി. അവിടെ ചേരക്ക് ഇരിപ്പുണ്ട്, നീ അത് നോക്കിക്കേ. ചേതക്ക് ഈ കുഴിയിലോട്ട് കാലിട്ടിരിക്കുന്ന സാധനം ഞാൻ തുടത്തില്ല. ബുള്ളറ്റ് വല്ലോണ്ടേ പറ. ബുള്ളറ്റിന് പറഞ്ഞു സാറേ, ഒരു സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്. ഹോണ്ടക്കാരുടേതാ. സാറിന്റെ കൈ കൊണ്ട് ഓട്ടാ ഹോണ്ടക്കാർക്ക് വലിയ സന്തോഷമാവും. ഹോണ്ട വേണ്ട, ഞാൻ പോവാ. നാളെ വരണം കേട്ടോ. നാളെ പെയിന്റിംഗ് ഉണ്ട്. അപ്പൊ അച്ഛനെ ഞാൻ പോവാ. കൂലിയെല്ലാം കൂടെ ഒരുമിച്ച് തന്നാ മതി. അവിടെ നിക്ക. എന്നാ അച്ഛനെ ട്യൂണിങ് ഓക്കെ അല്ലേ അച്ഛനെ? ഒരു എലിമീശ വണ്ണത്തിന്. ഓക്കെ ശരി എന്നാ. ഓക്കോ. എന്നാ ലേറ്റായേ? ട്രെയിൻ വരണ്ടേ? എന്നാടി ഇവിടെ കരുവാടിച്ചു പോയല്ലോ. ആന്നേ ഞാനും പറഞ്ഞവളോട്. അല്ലേ സൗന്ദര്യമില്ല. ഇപ്പൊ താണ്ടെ കുറഞ്ഞ പിടച്ച കോലം കെട്ട്. അമ്മേ എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ താ. നീ ആദ്യം പോയി കുളിച്ചേച്ച് വാ, ആറിയിട്ട് വയ്യ. ആദ്യം കഴിക്കട്ടെ പിന്നല്ലേ കുളി. അതിനാണ് വെച്ചോളെ നിനക്ക് അവിടെ കഴിക്കാന്ന് കിട്ടിയല്ലേ? പിന്നെ കഴിച്ചു സൂചിച്ച് ജീവിക്കല്ലായിരുന്നോ ഞങ്ങളുടെ ഹോസ്റ്റലില്. കേരളം വിട്ടോ ഫുഡിന്റെ കാര്യം കട്ട പോയ. അവിടെയാണ് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും എല്ലാം അത് തന്നെ. ഇതിന് മാത്രം ഉരുളക്കിഴങ്ങ് ഉണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നേ. എനിക്കിപ്പത് കാണുമ്പോ തന്നെ ആത്മഹത്യ തോന്നും. എന്താ ഇത്? ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയ സൂപ്പർ. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. മാതൃജ്യോതിയിലെ അമ്മമാണ് മറ്റംഗങ്ങൾ ACYM-ലെ എന്റെ അഭിപ്രായത്തിലേ ഇച്ചിരൂടെ മധുരം വേണം. എന്റെ അഭിപ്രായം ഇവിടെ ആരെന്ന് ചോദിച്ചാ നീ കൂടുതൽ റെഫർ കളിക്കാനിത് അവിടുത്തെ ചോദിച്ചാ. ഞാനിപ്പോ ഇവിടുന്ന് പോകണമെന്ന് കരുതി അതെന്നേക്കുമുള്ള സ്ഥിരം പോക്കാണെന്ന് കരുതണ്ട. ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരും. അതുപോലെ നിങ്ങളും ഇടയ്ക്കൊക്കെ ആ ഇടവകയിലോട്ടും വരണം. ദേവൽസൻ വരുന്നുണ്ട്, നമ്മുടെ ജോസ്മോൻ. സത്യം പറഞ്ഞാൽ ഇവനില്ലെങ്കിൽ എന്റെ വെള്ളം കൂടി മുടങ്ങും. നമ്മുടെ മോട്ടോർ കേടുവന്നാൽ അത് നന്നാക്കുന്നത് ഇവനാ. ഞാൻ വിളിച്ചാൽ ദേ വരുന്നച്ചോന്നും പറഞ്ഞ് ഇവന് ഓടി വരും. നന്ദിയുണ്ടടാ. അവിടുത്തെ ഇടവകയില് മോട്ടോർ കേടുവന്നാലും നിന്നെ ഞാൻ വിളിക്കും. അപ്പോ നീ ഓടി വന്ന് അത് റിപ്പയർ ചെയ്ത് തരണം കേട്ടോ. നാളെ രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് അച്ഛനങ്ങ് പോകും. നമ്മുടെ ഇടവകയില് പിന്നെ പാപികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുംഭസാരത്തിന് ആരും കാണിന് മുമ്പ് നിന്നെ ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുത്. എന്നാ പൊക്കോ. അല്ല അപ്പോ പ്രായശ്ചിത്തം? ഇതാ പ്രായശ്ചിത്തം. നീ ഫിറ്റ് ചെയ്യുന്നതിന് നിനക്കൊരു കൂലിയും തരുന്നില്ല. പോരെ? മതി. ഒരു പുണ്യാളം വന്നിരിക്കുന്നു.
പോടാ. നമ്മൾ സാവകാശം കൊടുത്തു എന്നല്ലാതെ ജോസ്മാൻ ഇതുവരെ ഒന്നും തിരിച്ച അവളങ്ങ് എത്തുമ്പോഴെങ്കിലും അക്കൗണ്ടിൽ പൈസ ഇടണ്ടേ? ബുള്ളറ്റ് അങ്ങ് വിൽക്കാം. അവളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി കാശ് ബാങ്കിലിടാം. കുറച്ച് കാശ് കൊടുത്ത ഒരു സാവകാശം കിട്ടും. ആ സമയത്ത് അമ്മ പറഞ്ഞ പോലെ ഈ വീടൊക്കെ വിറ്റൊന്ന് സ്വസ്ഥമാവും. വാടക വീട്ടിൽ താമസിച്ച എന്നാ കുഴപ്പം? നമുക്ക് ബുള്ളറ്റ് വിറ്റ് തുടങ്ങാം. ഇനിയുള്ള കാലത്ത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പയുടെ ബുള്ളറ്റ് വിറ്റിട്ട് എന്റെ ഫീസ് അടയ്ക്കണ്ട ഏട്ടായി. ചേട്ടയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ? അതെന്നെ പറ്റാത്തെ? പറ്റും. ഇതിപ്പോ അപ്പ നേരിട്ട് വന്നിട്ട് കാര്യം ചെയ്തിരുന്ന പോലല്ലേ. നീ വല്ല നേഴ്സൊക്കെ ആയിട്ട് അമേരിക്ക പോയി വരുമ്പോ പുതിയ മേടിച്ചെന്നാ മതി. നമുക്കെല്ലാവരും കൂടെ വല്ലതും കഴിക്കാം. ഞാൻ ചോറെടുത്ത് വയ്ക്കാം. ഇവന്റെ അപ്പനാന്നാ പറയണേ. എന്റെ അപ്പനെ ഞാൻ കാശ് കൊടുത്ത് മാറ്റി ശരിയാവോ? അപ്പൊ കാശ് കാശിനാരൊക്കെ ഒരു പാർട്ടി എന്റെ പുറകെ നടന്നു. നിന്നോട് ഞാൻ എന്തേലും പറഞ്ഞതാ. ഇനിയിപ്പം വണ്ടി ഞാൻ എടുക്കാം. പക്ഷെ അന്ന് പറഞ്ഞ വിലയൊന്നും കിട്ടത്തില്ല. അയ്യോ, പിന്നെ ഒരു 10 രൂപയുടെ കുറയും. അത് ഭയങ്കര കുറവല്ലേ ചേട്ടാ? എന്ത് ചെയ്യാനാ, കച്ചവടമല്ലേ. എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ. ആ തുകയ്ക്കാണ് കച്ചവടം ഉറപ്പിക്കാൻ. ശരി, പൈസ ഒന്നും വേണോ? ആ വേണം. നീ ഒരു 10 മിനിറ്റ് വരും. ഹലോ. ആ എടാ ജോസ്മോനെ, നീ എവിടെയാ? ഞാൻ ഇവിടെ നോബിച്ചേട്ടന്റെ കട വരെ ഒന്ന് വന്നേക്കോ. എടാ നീ ഞാൻ ബുള്ളറ്റുമായിട്ട് പെട്ടെന്ന് റിസോർട്ടിലേക്ക് ഒന്ന് വന്നേ. എടാ ഞാൻ ബുള്ളറ്റ് വിൽക്കാൻ വേണ്ടി വന്നതാ. പൈസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പൈസ മേടിച്ചില്ലല്ലോ. നീ കൂടുതൽ വർത്താനം പറയാണ്ട് ഇങ്ങോട്ട് വാ. എടാ പുള്ളി കാശെടുക്കാൻ ബാങ്കിൽ പോയേക്കുവാ. ഞാനെങ്ങനെ വരാനാ? എടാ നീ എടാ വരാൻ പറഞ്ഞ വന്നാ മതി. ചുമ്മാ കണവണ വർത്താനം പറയല്ലേ. ഹലോ എടാ, നല്ല നാടൻ വരാലുണ്ടാ? നീ ഒരു 2 കിലോ എടുത്തോ. എന്നാടാ ഒരു കാര്യമുണ്ട്. 2 കിലോ പോരെ? 2 1.5 കിലോ മതി. കോളത്തിട്ടുണ്ടെന്ന് ഈ കോളം കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒന്നും മിണ്ടാതിരി. എടാ നീ ആ സാധനത്തിനെ കണ്ട? അവള് കുടിക്കുന്ന കരിക്കിന്റെ വില എത്രയാണെന്നറിയോ? 500 രൂപയും GST. അതുകൊണ്ട് ഉണ്ടാ പറഞ്ഞു കൊടുക്ക അപ്പൻ ചേട്ടാ അങ്ങോട്ട്. എടാ അവള് അമേരിക്കയിൽ നിന്ന് വന്നാ. കാസിനോന്ന് ലോട്ടറി അടിച്ചിട്ട് ലോകം കറങ്ങാൻ ഇറങ്ങിയിരിക്കുക. ഒടുവിൽ നമ്മുടെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നെ എടാ അതുകൊണ്ട് അവക്ക് ഇന്ത്യയിൽ കറങ്ങാൻ നിന്റെ പോലെ ഒരു ബുള്ളറ്റ് വേണം. അതിന് നമ്മൾ ചൂസ് ചെയ്ത ബുള്ളറ്റാണ് നിന്റെ ബുള്ളറ്റ്. ഡെയിലി ബുള്ളറ്റിന് ഒരു തുക റെന്റ് കിട്ടും. അത് ഓടിക്കുന്ന നിനക്ക് നല്ലൊരു തുക കൂലിയും കിട്ടും. എത്ര കിട്ടും? ആ 18-ാം പെട്ടെന്ന് ഒരു കരിക്ക് വെട്ടിക്കൊടുത്തിട്ട് ഞാൻ വാങ്ങുന്നത് 500 രൂപയും GST. അപ്പൊ ആയിരിക്കുന്നത് നിന്റെ ബുള്ളറ്റിനും അത് ഓടിക്കുന്നത് നിനക്കും എത്ര കിട്ടും ഓർത്ത് നോക്കിയേ. കണ്ണ് തള്ളി പോകുന്ന ഡീലറിനാളിയാ ഞങ്ങൾ സെറ്റാക്കിയിരിക്കുന്നത്. ഈ ഒരൊറ്റ ട്രിപ്പോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അവക്ക് മടുക്കുമ്പോ അവള് നിർത്തി ഫ്ലൈറ്റ് ഒഴുകി തിരിച്ചു പോക്കോളൂ. അവൾ അവസാനം കറങ്ങുന്ന സ്ഥലമാണ് ഇന്ത്യ. അതുകൊണ്ട് നീ അവളെ മടിപ്പിക്കാതെ എത്ര ദിവസം നീ കറക്കുന്നോ അത്രയും വരുമാനം നിനക്കുണ്ടാവും. എടാ ഇന്ത്യ മൊത്തം കറങ്ങി തീർക്കാൻ എത്ര ദിവസം എടുക്കുന്ന? ഇനിയിപ്പോ കറങ്ങി തീരാതെ തന്നെ ഓട്ടോക്കാർ കാണിക്കുന്ന പോലെ ഒരു റൗണ്ട് കൂടെ അങ്ങ് അടിക്കണം.
ഈ ഒരൊറ്റ ട്രിപ്പോടെ നീ ലക്ഷപ്രഭു ആളിയാ. നേരാണ് അതൊക്കെ. പിന്നല്ലേ. പിന്നെ കേട്ടാ നീ കാത്തിയോട് ബുള്ളറ്റ് വേണം വരാൻ പറ. കത്തി ബുള്ളറ്റ്. കത്തിയല്ല കാത്തി. കാത്തറിൻ സിൽവസ്റ്റർ അങ്ങനെ എന്താണ്ടോ. പക്ഷെ നമ്മൾ കത്തി വെക്കണം, ഒട്ടും കുറയ്ക്കരുത്. മാഡം യു ബുള്ളറ്റ് യു വാണ്ട് ടു സീ ദ ബുള്ളറ്റ്? ബുള്ളറ്റ്. Oh, yeah, okay. അവളിപ്പോ ബുള്ളറ്റ് കാണാൻ വരും. നീ ചിലപ്പോ മാന്യതോടു കൂടി നിന്നാൽ നല്ലതായിരിക്കും. കോക്കനട്ട് ഫിനിഷിംഗ് കോക്കനട്ട്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ കൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു. ഓക്കെ, സംഭവം റെഡി, സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്നാടതൊക്കെ? നീ ഒന്നും മിണ്ടാതിരി. പൂജ എന്ന് പറഞ്ഞ രൂപ 4,000 എണ്ണി വാങ്ങിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഒരു തേങ്ങയും കൂടെ വാങ്ങായിരുന്നില്ലേ? തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? കാത്തിമരം, ദിസ് ഈസ് അവർ വേ ഓഫ് ട്രഡീഷണൽ. ഈ കുട്ട പറഞ്ഞാ ദിസ് ഈസ് പൂജ ഫോർ ബെറ്റർ സ്റ്റാർട്ടിംഗ്. Oh, okay, good. Thanks. വെൽക്കം. അവൻ ചേട്ടാ നീ പോട്ടോ കുട്ടാ. നീളും കൂടെ എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അവനെ തന്തയ്ക്ക് പറഞ്ഞവനാ, ഒന്നും സംഭവിക്കില്ല. കല്യാണം കഴിക്കാണെങ്കിൽ ഞാൻ തന്നാണ് പിടിച്ചിരുന്നില്ലേ? ഒരു പിടിച്ചുവെപ്പുകാരൻ. നാട്ടിലുള്ള യുവജനങ്ങൾ മൊത്തം പറഞ്ഞോണ്ട് നടപ്പുണ്ട് നിങ്ങളുടെ പിടിച്ചുവെപ്പിനെ പറ്റി. കുട്ട നീ സമാധാനപ്പെടും. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് നിന്റെ പുറകിലിരിക്കുന്ന സാധനത്തിന് വിശ്വാസമില്ല. What? അപ്പൊ Shall we പൂജ go? മാഡം. Thank you. ശരി. Hey, driver, I want to look around. I want to see, like, mountains, villages, temples, okay? I want to see mountains, visit temples, you understand? മാഡം യു ടോക്ക് സ്ലോ മോഷൻ, എന്നാലും എനിക്ക് വല്ല മനസ്സിലാവത്തുള്ളൂ. What? യു ടോക്ക് ഇംഗ്ലീഷ്? Yes. യു ടോക്ക് സ്ലോ മോഷൻ. സ്ലോ ഐ അണ്ടർസ്റ്റാൻഡ്, സ്പീഡ് നോ അണ്ടർസ്റ്റാൻഡ്. Okay, so I want to see mountains and temples and small villages, yes? ഓക്കെ, യു വാണ്ട് പ്രകൃതി രമണി അല്ലേ? നേച്ചർ ബ്യൂട്ടി, സീനറി. Scenery, yes. അതൊക്കെ ഞാൻ ഏറ്റു. ഇതിനാണ് ഇത്ര And ഇംഗ്ലീഷ്. driver, which way do we cross the border? പണ്ടാരം പിന്നെ ഇംഗ്ലീഷ്. Which way do we cross the Kerala border? കേരള ബോർഡർ ക്രോസ്? Yes. നമുക്കത് അതിരപ്പള്ളി, വാഴച്ചാല്, ഷോലാർ വഴിയൊക്കെ പൊള്ളാച്ചി ചാടാം. I don't know what you're saying. കേരള ക്രോസ് തമിഴ്നാട്. So, what's our next destination? ഡെസ്റ്റിനേഷനാ? Place, our next place. നെക്സ്റ്റ് പ്ലേസ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വാട്ടർ ജമ്പിങ്. Water jumping? ഓ, മൗണ്ടന്റെ മോളിൽ നിന്ന് വാട്ടർ എല്ലാം കൂടെ താഴോട്ട് ജമ്പിങ്, വാട്ടർ ജമ്പിങ്. Waterfall? വാട്ടർഫാൾസ്. പെട്ടെന്ന് പേര് കിട്ടിയില്ല. ഇത് ഞാൻ പറ്റോളാം. ഈ സാധനത്തിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണല്ലോ. What? മാഡം, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ആഹാ, ശരി. Shall we move? Well, it's working. Let's go. Why did we stop? Madam, ये बड़ी डस्ट सन
Madam, can you please give one cooling glass? Me? Oh, no, I don't give my things to other people. Slow motion. Talk slow. Talk slow. Okay. I don't give my things to other people. These are very expensive. Sorry, driver. ഓ എന്നോടൊരു കൂളിംഗ് ഗ്ലാസ് വരുമെന്നല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ വീടും പറമ്പൊന്നും ഇത്തരം പറഞ്ഞില്ലല്ലോ. What? Nothing official about it. ആഹാ. ഇപ്പൊ ശരി, ഒരു കൂളിംഗ് ഗ്ലാസ് ചോദിച്ചപ്പോ ആ ഗ്ലാസ് എന്താ വില? ഇവല്ലേ സാർ? ആ വാലയല്ല, അപ്പുറത്തെ. ആ വാല നോക്കട്ടെ. 500. എത്ര? 500. 500. ഏ ഭായ് 500. ഓ പിന്നെ ഷോറൂമല്ലേ, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ കളൻ. അത് മതി. 500. Got it? കൂളിംഗ് ഗ്ലാസ് 100 രൂപയ്ക്ക് കിട്ടി. നിന്റെയൊക്കെ കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിലേ നാട്ടിൽ ഉള്ളോട്ട് മാറി 2 സെന്റ് സ്ഥലം വാങ്ങാം. Excuse me? Nothing official about it. ആഹാ. Why do you keep saying that over and over again? Are you making fun of me? മാഡം, ഈ യുവർ കൂളിംഗ് ഗ്ലാസ്, മൈ കൂളിംഗ് ഗ്ലാസ് പ്രൈസ്. Stop saying that nothing official thing, okay? യെപ്പ് മാഡം. Okay. ഇതിന്റെ ബിഗ് വാട്ടർഫോൾ അപ്പുറത്തുണ്ട്. ഫുൾ നേച്ചർ ബ്യൂട്ടി. മാഡം ഒരു മിനിറ്റ്, 1 മിനിറ്റ് അയക്കാം. മാഡം, ഇന്ത്യൻ സ്നാക്ക്, സൂപ്പർ ടേസ്റ്റ്. കടല. ഐ ഗീവ് ഇന്ത്യൻ കടല, യു ഗീവ് അമേരിക്കൻ കടല. എക്സ്ചേഞ്ച്? No, he touched it with his hands. What? He touched it with his hands. And I don't know where his hands have been. I don't want to be hospitalized, okay? എന്നാ ഹോസ്പിറ്റലായി ഇത് കഴിച്ചു? Yeah. പിന്നെ കടലെന്നവരല്ലേ കേരളത്തിലെ ആശുപത്രി മുഴുവൻ കിടക്കുന്നേ. What? Nothing of... Nothing. ഒന്നുമില്ല. ഫോൺ എടുക്കുന്നില്ലല്ലോ, ബൈക്ക് ഓടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. മാഡം, shall we go? Where's the garbage can? Waste. Yeah. അത് കുഴപ്പമില്ല. No, you need to put that in the garbage. അത് കുഴപ്പമില്ല, ഇത് ഇങ്ങനെയൊക്കെയാ. You need to put that in the garbage. കുട്ടാ. ഓക്കെ. ഹലോ. ജോസ്മനെ, എന്തായി? വല്ലതും നടക്കുവോ? വല്ലതും നടക്കും. എന്താ പറയടാ? ഇവിടെ മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കുക. എന്തൂരടാ? എവിടെ എത്തി? അതിരപ്പള്ളി ഫാൾസ്. എന്റെ പോലെ അപ്പൻ ചേട്ടാ അവളുണ്ടല്ലോ, കണ്ടാ അവള് മാലാകെ പോലെ അടിക്കുന്നേ. പക്ഷെ സ്വഭാവം ഡൊണാൾഡ് ട്രംപിന്റെ. ചാടത്തെണ്ടി പറ്റി കാലെ പിടിച്ച് വെള്ളച്ചാട്ടത്തോട് ഇടാൻ തോന്നുവോ? എടാവേ, ബുള്ളറ്റ് കയറി വന്ന മഹാലക്ഷ്മിനെ തൊഴിക്കലടാ. അവളെ ഡോളർ ഇടുന്ന താറാവാ. നീ അങ്ങ് സഹിക്കടാ. ലോകം മുഴുവൻ അമേരിക്കനെ സഹിക്കുന്നില്ലേ, പിന്നെ നിനക്കൂടി സഹിച്ചാലെന്താ? അങ്ങ് സഹിക്കടാ അങ്ങട്. എടാ മറ്റവനെ, നീ അവളെ പിണക്കി അവളെ അടുത്ത ഫ്ലൈറ്റ് വിളിച്ച് അമേരിക്കക്ക് പോകും കേട്ടോ. അവളുടെ അവസാനത്തെ കറങ്ങൽ രാജ്യമാണ് ഇന്ത്യ. കിട്ടാവുന്ന ഓരോ ഡോളറും എണ്ണി മേടിച്ചോണം പറഞ്ഞേക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വന്നാ മതി. എന്റെ പൊന്നടാവേ, പൈസയുടെ കാര്യം ഓർത്തിട്ടാ ഞാനും ഇതിനെ സഹിക്കുന്നേ. നീ സഹിക്കണം, വേറെ എന്ത് ചെയ്യാനാ? വേറെ മാർഗമൊന്നുമില്ല. ശരിയാ ചേട്ടാ, ഞാൻ വിളിച്ചോളാം.
No, you're wasting my time. Let's go. You're eating? Do you see what time it is? किसी ने बताया मुझे ऐसा नहीं जाएगा, कभी भी तो हो जाएगा गीत मोहब्बत हो. Did he win a prize? Or is he a leader? Leader? Yeah. Dead body, eh? He's dead? Tamil Nadu. Inga ipidida. Oh my god. Shall we go? He's begging and they're wasting milk. പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെയാ, സാരമില്ല. മാഡം ബാഗ് മണി ക്യാഷ് എന്നാ ഒരു റൂം വേണം 550 രൂപ. ആ കൊഞ്ചം किसी ने बताया मुझे ऐसा नहीं जाएगा, कभी भी तो हो जाएगा गीत मोहब्बत हो. किसी ने बताया मुझे ऐसा नहीं जाएगा, कभी भी तो हो जाएगा गीत मोहब्बत हो. Please wait 2 minutes. 2 minutes. 2 minutes. The family. Here, India. Here, just take it. Foreigner lady. Big shopping. Ambition? No. No ambition. Baito. ഹലോ അമ്മ, ഞാൻ പൈസ ഇട്ടായിരുന്നു. മെസ്സേജ് വന്നില്ലേ? മാഡം ഓ ഹോസ്പിറ്റലിലാവുമല്ലോ അല്ലേ? ശിവ, ഗോഡ് ശിവ, ഹിന്ദു ഗോഡ്. വിഷമാണത്, വിഷം. Taking a shit? മാഡം ഇപ്പോ നോ ടോയ്ലറ്റ്. നോക്കണ്ട, നെക്സ്റ്റ് ടൈം യു കം ഫുൾ ശൗചാലയം, ടോയ്ലറ്റ് ലോട്ട് ഓഫ്.
ചർച്ച് കുർബാനയ്ക്ക് മാസ് ഹോളി മാസ് വി ഗോ. Look, I'm not really a believer, okay? ചുമ്മാല്ല ദൈവമില്ല, അതാണ് ഈ സ്വഭാവം. Josman, you travel like crazy. You like traveling? ലൈക്ക് ആണ്. ട്രാവൽ ഐ ലൈക്ക്. നോ ബിഗ് ലൈക്ക്, സ്മോൾ. So why'd you come? ക്യാഷ്, മണി. Money for what? മണി ഫോർ ലോൺ അടയ്ക്കൽ, ലോൺ പേയ്മെന്റ്, മണി ഫോർ സിസ്റ്റർ എഡ്യൂക്കേഷൻ, മണി ഫോർ ഹൗസ്. പിന്നെ വാട്ടിനാ മണി വേണ്ടാത്ത. You waste money on others. No, I father of the house. അപ്പോ it is my കടമ, my ഉത്തരവാദിത്തം, and my duty. അപ്പൊ no waste. No. You earn money for you, not your house or your sister. If your sister wants to go to school, she should apply for a scholarship or get a loan. No. In India, family is very, very big. Family is stupid. I don't know where my father is. Kathy madam, you ask your mother. I have a couple brothers and sisters, but I don't really know them. Money has done more for me than my family has. Money got me to India. Money got me a driver. Money, more drivers. Hey, adalla. No, madam. You earn money for you. Otherwise, you're left with nothing. Humans, single. Money, everything. Hey, no. No relationships, no commitment. No. Relationship is a very, very big sambavam. Very, very big event. I don't think so. കാത്തി മാഡം പറയുന്നതൊക്കെ ഓരോ മുടന്ത ന്യായങ്ങളാ. What do you mean? I mean, ഈ ബന്ധങ്ങളുടെ വില, പ്രൈസ് ഓഫ് ദ റിലേഷൻഷിപ്പ്. യു നോ ഐഡിയ. യു സീ ഫിലിം മലയാളം വാത്സല്യം, മമ്മൂട്ടി വാത്സല്യം. യു സീ, അതാ ബന്ധങ്ങളുടെ വില അറിയാത്ത. ഇൻ മൈ ഹോം ഐ വാത്സല്യം മമ്മൂട്ടി. In India, every home, one Valsalia Mammootty sure. What? Nothing. Hello, Valsalia kandittille pinne enna thanne. Shall we go? Go? Yep. Madam, careful. വീണാവില്ല, രസമൊന്നും കാണത്തില്ല. Just one. 1,000 rupees. Okay. I'm going back to the U.S. from Jaipur. You going? Apo trip? My account is almost empty. No money, only enough money for you. So I'm leaving from Jaipur. It's like 350 kilometers from here. Apo 350 kilometer കഴിഞ്ഞ you go? Yes. Okay. ഒരു കണക്കിന് സമാധാനമുണ്ട്. ഇനി നിന്നെ സഹിക്കണ്ടല്ലോ. What? Nothing. You going, I am sad. Oh. Well, it's almost been a month, so. Driver, can you stop? I want to swim there. അപ്പോ ഫുഡ്? First swim, then food. Over there. അവിടെ go? Go over there, yes.
പിശാചിനെ വല്ല മുതലേം പിടിച്ചോണ്ട് പോയാ മതിയായിരുന്നു. Come on, it's nice. അതെ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനേ ഉള്ളൂ. അമേരിക്കക്കാരുടെ കാര്യം അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കക്കാര് പ്രലോഭിപ്പിക്കാതെ പോയി കുളിച്ചേ. ഈയിടയ്ക്കൊന്നും വെള്ളം കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. ഞാൻ കുളിച്ചിട്ടിറങ്ങിയതാ. യു വാട്ട്? അയ്യോ, സാധനങ്ങളൊക്കെ എന്തിയെ? എന്റെ ബാഗ്. No. Where's my stuff? Oh my god. No, my bags. I need my bags. എടി, നിന്റെ മാത്രമല്ലല്ലോ, എന്റെയും പോയില്ലേ? Call the cops. The police. Call the police. എന്നെ അടുത്ത് വെച്ച് വിളിക്കാനാടി. മൊബൈൽ അടക്കം കൊണ്ടുപോയില്ലേ? Did you have something to do with this? Did you put your friends up to this? എന്നോട് പറഞ്ഞേ? Oh my god, you're a thief! ഞാൻ കള്ളനാ. And now I'm stuck here in India. ചുമ്മാ ഇന്ത്യക്കാരെ കുറ്റം പറഞ്ഞാണ്ടല്ലോ. അമേരിക്കാനാടി കള്ളന്മാരില്ലേ? നിങ്ങൾ അമേരിക്കക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാര്. ഇറാഖിലെ എണ്ണ മുഴുവൻ കട്ടോണ്ട് പോയത് ആരാടി? നിങ്ങൾ അമേരിക്കക്കാരല്ലേ? മോഷണം മാത്രമോ? കൊലപാതകങ്ങള്. ലോകത്ത് എത്ര 1000 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ? ഹിരോഷിമയിൽ നിങ്ങൾ ബോംബിട്ടില്ലേ? അത് എപ്പോ? രാവിലെ 8:15. എന്തിന്? കൂടുതൽ ആൾക്കാർ ചാവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ നാട്ടില് സാമ്പത്തിക മാന്ദ്യം വന്നെങ്കിൽ കണക്കായി പോയി. നീ ആരാന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? കുറെ നാളായാലും നീ എന്നെ തലക്കറി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒറ്റ കീഴന്നുണ്ടല്ലോ. ഇനി നിന്നെ തല ചുമക്കാരിക്ക് സൗകര്യമില്ലേ? അമേരിക്കക്കാരി പട്ടി തെണ്ടി ചെറ്റ നാറി. ഞാനിവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോവും? പക്ഷെ നീ ഇവിടെ പട്ടിണി കിടന്ന് ചാവും. ഹ്യൂമൻസ് ആർ സിംഗിൾ മണി എവരിതിങ് അല്ലേ? അവിടെ അമ്മൂമ്മയുടെ ഡയലോഗ്. അതെ, കണക്ക് പ്രകാരം അമേരിക്ക ഇന്ത്യക്കാണ് പൈസ തരാനുള്ളത്. പക്ഷെ എനിക്ക് ആ പൈസ വേണ്ട. അത് ഇന്ത്യ അമേരിക്കയോട് ചെയ്യുന്ന ഒരു ഔദാര്യമായിട്ട് വേണ്ടാ മതി. അമേരിക്കക്ക് അമേരിക്കയുടെ വഴി, ഇന്ത്യക്ക് ഇന്ത്യയുടെ വഴി. ഗുഡ് ബൈ, അല്ല ബാഡ് ബൈ. ഹ്യൂമൻസ് ആർ സിംഗിൾ മണി എവറിത്തിങ് അല്ലേ? കഴിക്ക്. ദിസ് ഈസ് അവർ ഇന്ത്യൻ കൾച്ചർ, ഹ്യൂമൻ റിലേഷൻ. അണ്ടർസ്റ്റാൻഡ്? കഴിക്ക്. കപ്പലണ്ടിക്കാരന്റെ കൈതൊട്ട കപ്പലണ്ടി കഴിച്ചാൽ ഹോസ്പിറ്റലിലായി പോകും പോലും. ഇതുണ്ടാക്കിയ കട നീ കാണണം. ഇപ്പൊ നിനക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. മിടുങ്ങിക്കോ. കുറെ യാത്ര ചെയ്തിട്ടാന്ന് തോന്നുന്നു.
ഭയങ്കര ശരീരം വേദന, ലോങ് ജേർണി, പെയിൻ, ബോഡി പെയിൻ, മസാജ് മസാജടി. How did you get food with no money? ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരാൾക്കൊരു ലിഫ്റ്റ് കൊടുത്തു. എന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അയാൾ വാങ്ങി തന്നാണിത്. അതാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അണ്ടർസ്റ്റാൻഡ്? No. നീ അത്ര അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മതി. English? ഇംഗ്ലീഷിലുണ്ടാക്കാൻ സൗകര്യമില്ല. നീ വേണമെങ്കിൽ മലയാളം പഠിക്കും. കേറ്, കേറടി, കേറാൻ. മസാജ് കണ്ടിന്യൂ. ഇനി അമേരിക്കയെ ഇന്ത്യ ഭരിക്കും. भाई ये പോലീസ് സ്റ്റേഷൻ കിതറേ? മദ്രസ മദ്രാസല്ല, മലയാളി, കേരള, കോട്ടയം. ओ पुलिस स्टेशन तो दूर है. So far what happened? हमारा പാസ്പോർട്ട്, ലൈസൻസ്, ബാഗ്, ഫോൺ, സബ് എല്ലാം ഈ ചോറ്. ओ നോ മണി, പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ്. ये लड़की कौन है? टूरिस्ट. नाइट ट्रैवल वेरी रिस्क. आओ, कम, डोंट वरी. भाई फोटो बेबी आरा? ये हमारा दो पोती है, 2 ग्रैंड डॉटर्स. हाँ, ट्विंस. वेयर? मर गया, 2 साल हो गया. 2 years. എങ്ങനെ? ഹൗ? Fever. Hospital. There is no oxygen. Hospital. Oxygen. No oxygen. No oxygen? No oxygen. Hospital. ഇവിടെ तुझे बुलाती है. आओ जी आओ, सैया धरती तुझे बुलाती है. रंगों की चादर भी है, खुशियों की हरियाली है. रंगों की चादर भी है, खुशियों की हरियाली है. तू ना समझे सैया, हर दिल को ये भर जाती है. तू ना समझे सैया, हर दिल को ये भर जाती है. समझे सैया, हर दिल को ये भर जाती है. तू ना समझे सैया, हर दिल को ये भर जाती है. हो बाबा, कई हो गयो. Wait. Bye. Huh? Panja? Help? I help? Great. बाबा आप रो लख लख शुक्र है. मैं हाँ. ഭായ് ഞങ്ങളുടെ പേഴ്സ്, ക്യാഷ്, ID കാർഡ്, പാസ്പോർട്ട് കംപ്ലീറ്റ് കള്ളൻ
thief, chor, gaya. You know English? Yes. Then tell me, what happened? Okay, well, we were swimming in a lake, and then when we got back to the bike, everything was gone. Passport, wallet, stolen. So you have to inform the police station first. Okay. Because you have lost the passport. Yeah. What's the name? Catherine Stevens. Kathy. Okay, I'm Veerbai. Where are you from? U.S. United States of America. Yeah. Wow! You're from Great America. Yeah, you're right. Oh, my God. America is my dream land. Well, do you think that you could help me write a police report? Sure. Yeah? Sure. Because you're from America. You're my guest. Not only mine, you're India's guest. Okay? Thank you. Come on. Make it fast. We have to go to police station, okay? Okay. Who is this? Oh, he's my driver. Madam, it's a complicated case. We'll inquire. And any time I call, you have to come to the police station. Okay. Okay. ठीक है? Veerbai, it's your responsibility. ठीक है. कोई बात थोड़ी. Kathy? Yes? This is my home. It is a very small home. But don't worry, I will arrange a big setup for you. Okay? And this is the home for you. Beautiful, isn't it? And the interesting part is, you don't have to give rent for this. It's absolutely free. Because you are my guest, India's guest. Okay. പിന്നെ റെന്റ് കൊടുത്ത് താമസിക്കാൻ പറ്റിയൊരു വീട്. Yeah? What is your name? ജോസ്മോൻ. ओए मुन्ने, मुन्ने. हाँ. आज तैयार है? हाँ तैयार है. This is my wife. She's pregnant also. Oh, hi. Namaste. Come. This is Indian culture. Indian fingers on forehead. Bindi. Indian bindi. Indian flowers. And Indian seeds. Nice, eh? गणा कहती हमारी दोस्त है. अच्छा. अमेरिका वो आई है. अच्छा. पधारो साहब. Okay, Kathy, you go and take rest. I will come to you later. Okay? You also Okay. go. Why did you come back? I hurt you many times, but you still came back. Why? അത് നീ എന്റെ ബുള്ളറ്റ് തിരിച്ചെന്നുള്ളതായതുകൊണ്ടാ. My bullet. My daddy's bullet. My birthday, bullet birthday, same. Oh. Bullet. My appa. My daddy's memory. One day, bullet, I sail. Because my house, very big, സാമ്പത്തിക recession. Oh. America recession. Recession, my house. Bullet I sail for my sister education, family. Bullet sail, I am very sad. That day, you come, you call, you give cash, bullet no sale. My bullet, my daddy, with me.
സോ ഇട്ടേച്ച് പോരാൻ തോന്നിയില്ല. I'm sorry. നോ സോറി. ഹംഗ്രി? Yeah. ആ കൊച്ചോളെ, അവനെങ്ങനെ വിളിച്ചായിരുന്നോ നിന്നെ? ഇല്ലെന്നേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. എല്ലാ ദിവസവും വിളിക്കുന്നതാ. നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. കിട്ടുവാണേ പറ കേട്ടോ. ആ, The dinner is ready. Eh? Thanks. It's okay. There is no space in house for dining. Okay, you adjust here. Eh? That's fine, Rubai. And feel the taste of India. I will. Thank you. Okay? I'm a bit busy, so you eat and sleep. Okay. Okay, good Okay. night. Good night. You drink beer? Oh, yeah. One beer first, food then? Sure. Cheers. Cheers. നാട്ടിലാണെ വെള്ളം അടിച്ചിട്ട് പള്ളിയിലും അമ്പലത്തിലൊന്നും പോവാക്കത്തില്ല. ഇവിടാണ് അമ്പലത്തിൽ നിന്ന് വീറ് പൊതിഞ്ഞു വന്നു വിടുന്നു. എന്നല്ലേ? ഡ്രിങ്കിക്കോ? Madam, you no money, eat chapati, drink beer. How? Relation. Our India, all relation. Your country, father of the nation, who? What? Father of the nation. Oh, George Washington? ജോർജ് വാഷിങ്ടൺ. ഈ ജോർജ് വാഷിങ്ടൺ തിങ്ക് ഹ്യൂമൻസ് ആർ സിംഗിൾ സെപ്പറേറ്റ് മണി എവറിഥിങ്. വാട്ട് അമേരിക്ക? നോ അമേരിക്ക. അവർ ഗാന്ധിജി തിങ്ക് വാട്ട് ഇന്ത്യ? നോ ഇന്ത്യ. Understand? Yeah. You've made me happy. പക്ഷെ തിരിച്ച് വീട്ടിലെത്തിയാലേ ഞാൻ ഹാപ്പി ആവത്തുള്ളൂ. I can write the saddest line. Right, for example, the night is shattered and the blue stars shiver in the distance. Tonight I can write the saddest line. Through nights like this one, I held her in my arms. I kissed her again and again under the endless sky. I loved her. Sometimes she loved me too. I loved her. Sometimes she loved me too. To think that I don't have her. To feel that I have lost her. To feel that I have lost her. Oh, excellent, Rubai. Thank you. Thank you. Rubai, what's wrong? Hey, Chotu! Tira! Beta. What is your problem? നഹി. ഒന്നും പറഞ്ഞ വായിക്ക് മനസ്സിലാവത്തില്ല. മാലും നഹി. ഞാൻ അനുഭവിച്ചു വെച്ച് നോക്കിയ നീ
അനുഭവിക്കുന്നു ഒന്നുമല്ലടാവേ. വീർബായ് എടാ, ഞാൻ വീർബായ് ഒന്നുമല്ലടാ, ഞാൻ സണ്ണിയാ. സണ്ണി ജോസഫ്. നല്ല ഒന്നാം തരം മൂഞ്ഞാറുകാരൻ, PhD കാരൻ, അതും ഇംഗ്ലീഷിൽ. സെന്റ് തോമസ് കോളേജ് പാലയില് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയവനാ. ജോയിൻ ചെയ്യുന്നതിന്റെ തലേ ദിവസം അടുത്ത വീട്ടിലെ ചേച്ചിയായിട്ടൊരു ഇടപാടിന് പോയതാ. എന്നിടപാടാ? അത് ഫ്രണ്ട്ഷിപ്പ് വളർന്ന് പ്രേമത്തിലേക്ക് കയറി ഒരു പവിത്രമായ ബന്ധം. അത് വേറെ ട്രാക്ക്. അതുപോട്ടെ. കൃത്യസമയത്ത് അവളുടെ കെട്ടിയോൻ വന്ന് കയ്യോടെ പൊക്കിയപ്പോ അവള് ശീലാവതി, ഞാൻ പീഡനവീരൻ. ഇതിനെ പറയണോ? നാട്ടിലുള്ള കംപ്ലീറ്റ് ടിവിക്കാരും പത്രക്കാരും പോലീസുകാരും കൂടെ എന്നെ എടുത്തങ്ങ് അമ്മാനവാടി. ഞാൻ ഓടിയടാമേ. പൂഞ്ഞാറ്റിന്ന് കുമളി ടൗൺ വരെ നട്ടപ്പായിരിക്കും നിർത്താതെ ഓടിയ ഒരേ ഒരു മനുഷ്യനെ ഈ ലോകത്തുള്ളൂ. ആരാന്നറിയോ? ആരാ? സണ്ണി ജോസഫ് വൈക്കരക്കാട്ട്. ഞാൻ അങ്ങനെ ഓടി 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 ഇവിടെ വന്നു. വീട് തന്നെ ചായ. നീ എന്നെ ഇപ്പൊ എന്നെ വിളിച്ചേ? പറയടാ. സണ്ണിച്ചായത്. ആ വിളിയൊക്കെ ഞാൻ എത്ര നാള് കാത്തിരുന്നടാ. നീ എന്റെ അരിയനാടാ, നീ എന്റെ അരിയനാ. ഓട്ട സണ്ണിച്ചായ. ഞാൻ പോകുന്നില്ല, നീ വേണേ പോക്കോ. ഐ വിൽ ഷോ ദ പ്രൂഫ്. ആരാ ഈ ജെന്റിൽമാൻ? ഇതാരാ? ആരാ? ആരാ? എടാ ഞാനാടാ. ഓരോരുത്തരും മുടി വെക്കാനായിട്ട് ലക്ഷങ്ങളാ മുടക്കുന്നത്. അപ്പോഴാ സ്വന്തം മുടി പൊട്ടടിച്ചിട്ട് ഇവിടെ ആൾമാറാട്ടം നടത്തുന്നത്. എപ്പടി സണ്ണിച്ചായ, ഇനിയും വേണ്ട നേരത്തിന് പോയിരുന്നാ പോരെ? പിന്നെ നമ്മുടെ സ്വഭാവവിശ്വാസ പ്രകാരം ഇത് പാപമല്ല ചായ. പാവോ? എടാ ദിവസം വെള്ളം ഒഴിച്ച് മുതുകിട്ട് ഒഴിക്കുന്ന ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചാണോടാ പാപം? എനിക്ക് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. സണ്ണിച്ചായനെ കണ്ടപ്പം, ഈ മലയാളം കേട്ടപ്പം എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എടാ മുത്തുക്കുട്ട, സണ്ണിന്റെ പൊന്ന്, ഏത് പൂജാറ്റി പോയി കിടക്കാനാ? Are you Kerala? Malayalam? I was a Malayali, but now I am not a Malayali. പെണ്ണൊരു പെട്ടാല് മന്ത്രിസഭ വരെ വീഴും. പിന്നെയാണോടാ ഈ പാവ സണ്ണി ജോസഫ് വൈക്കരക്കാട്ട് മൊയൽപൂട ഉടത്തി JRF നഷ്ടപ്പെട്ട ഹഴവായിക്കും. Why is he crying? ചേട്ടായി പരിശുദ്ധ പുണ്യടാ. അവനെന്റെ എട്ടേക്കർ സ്ഥലത്ത് അവന്റെ അമ്മൂമ്മയുടെ ഐക്യരെക്കാട്ടി കോംപ്ലക്സ്. എനിക്ക് അടുക്ക ചാപ്പി പോയി കപ്പയെ പോയിട്ട് കഴിക്കണേ. സണ്ണിച്ചായോ? സണ്ണിച്ചായോ? ഗുഡ് മോർണിംഗ്. What do you call me? സണ്ണിച്ചായാന്ന്. നിനക്ക് എങ്ങനെ ഈ പേര് മനസ്സിലായി? അതെന്നെ പറഞ്ഞ സണ്ണിച്ചായ. അപ്പൊ ഇന്നലത്തെ കാവടികളൊക്കെ മറന്നുപോയോ? ഇന്നലെ ഞാൻ എല്ലാം പറഞ്ഞോ? എല്ലാം എല്ലാം എന്ന് പറഞ്ഞാ ഇനി എന്നാലും പറയാനുണ്ടോ? ഞാൻ മറ്റേ കേസ് എന്റെ സണ്ണിച്ചായ സകല കേസും പറഞ്ഞു. അന്ന് പൂഞ്ഞാറ്റിന്ന് കുമളി വരെ ഓടിയതും ഓടാനുള്ള കാരണവും എല്ലാം പറഞ്ഞു. അവളത് കേട്ട് വന്നിട്ട് അയാൾക്ക് മലയാളം അറിയത്തില്ലല്ലോ. ഇത് മനസ്സിലാക്കാൻ മലയാളത്തിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? നിന്റെ പേരെന്നാന്ന് പറഞ്ഞേ? ബെസ്റ്റ്. എന്റെ പേരും പറഞ്ഞ ജോസ്മോൻ. അടിച്ചു കഴിഞ്ഞ പിന്നെ തലേ നിക്കത്തില്ല.
പിന്നെ ഞാൻ മലയാളിയാണെന്ന് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയരുത് കേട്ടോ. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഇത് രാജസ്ഥാനല്ലേ, ഒരു ഒട്ടകുഞ്ഞു പോലും അറിയത്തില്ല. പോരെ? അതെ, തിരിച്ചു പോണം. ഇവിടെ തിരിച്ചു പോണം എന്ന് പറഞ്ഞാൽ അവളുടെ പാസ്പോർട്ട് പോയില്ലേ? ഇനി എംബസി പോകണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം, അതിന് ഡൽഹിയിലോ ബോംബെയിലോ പോകണം. ഒരു കാര്യം പറയാമല്ലോ, ഞാനിവിടെ കഷ്ടിച്ച ചപ്പാത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ കാശൊന്നുമില്ല. ഞാൻ നാട്ടിലെ കമ്പനിക്കാരെങ്കിലും വിളിച്ച് കുറച്ച് പൈസ ഇടാൻ പറയട്ടെ. ഈടാ, അതിന് നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? അവളോട് പറ. അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നാ ഇന്നലെ എന്നോട് പറഞ്ഞ്. നേരമെന്നറിയത്തില്ല, ഉള്ളതെല്ലാം കറങ്ങി തിരിഞ്ഞ് തീർത്ത് വെച്ച് പോകുന്ന തിരക്കാരാ അവര്. എന്നായാലും അവള് വിചാരിച്ച അമേരിക്കയിൽ നിന്ന് പൈസ ഇവിടെ എത്താൻ വലിയ പാടില്ല. അതൊക്കെ പ്രശ്നമുണ്ടേ. വേണം. ഇവിടെ വലിയ സൗകര്യമൊന്നുമില്ല. അതൊന്നും എനിക്ക് വിഷയമില്ല അച്ഛാ, അവക്ക് പാടായിരിക്കും. അതില് കാര്യമാക്കണ്ട. പിന്നെ അവിടെ കാര്യം, തൂറിയ കഴിയാത്തവർക്കൊക്കെ ഇത്ര സൗകര്യം കിട്ടിയിട്ട് എന്നത്തിനാ? അവളെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. പൈസ ഇല്ല. നീ ഇന്നലെ രാത്രി എവിടെയാ കിടന്നേ? പൈപ്പിനകത്ത്. അവളോ? പൈപ്പിനകത്ത്. ഒരുമിച്ചോ? ഞാൻ അങ്ങേ അറ്റത്തും അവൾ ഇങ്ങേ അറ്റത്തും. മന്നേ, മന്നേ. രാജസ്ഥാനിലെ എന്റെ ഉടായ്പകളെല്ലാം അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയാ വേറൊരു ഉടായ്പ്. ദാദാ ദേദോ കം കം കതി കം. ഫ്രം ദിസ് ടാബ് യു ക്യാൻ കോൾ യുവർ ഫ്രണ്ട്സ്. ദിസ് ഇസ് 4G. ഓക്കെ? ലോഗ് ഔട്ട് Facebook. Password. Okay. I'm gonna call. Lot of friends, huh? I'm gonna call Miranda. Okay. Hey, Kathy. How are you? Where are you? Hey, I'm actually in India, but all my stuff was stolen. My passport, my wallet, everything. So I was wondering if you could send me some money. Wait, guys. Danny, Chelsea, come here. So we're here now. Tell us what is the problem. Guys, I really need your help. I'm wondering if you could just send me some money, okay? Kathy, where do you say to us when you got the casino money? Just എന്താ സംഭവം? ഓവർ. അമേരിക്കയിൽ നിന്ന് ലോട്ടറി അടിച്ചപ്പോ കൂട്ടുകാർക്ക് ഒരു കട്ടൻ ചായ പോലും വാങ്ങിച്ചു കൊടുക്കാതെയാണ് ഈ സാധനം ഇന്ത്യ ഉണ്ടായിറങ്ങിയത്. അതിന്റെ കലിപ്പ് അവര് തീർത്താ. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവളുടെ സ്വഭാവത്തുണ്ടല്ലോ, അവരവിടുന്ന് ഫ്ലൈറ്റും പിടിച്ചു വന്ന് അടിച്ചിട്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ല, ഇനിയിപ്പോ എന്നാ ചെയ്യും? ഞാൻ കുറച്ച് പൈസ അറേഞ്ച് ചെയ്യട്ടെ? അത് വേണ്ട, ഇവളെ കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്യിപ്പിക്കണം. നീ അറേഞ്ച് ചെയ്താ നിന്റെ തലയിലാവും. What are the plans, huh? I just need some more time, like 2 or 3 days. 2 or 3 days is not a problem. Not a problem. ഇനി ഇവിടെ തങ്കാന്ന് പറഞ്ഞാ? എടാ, ഞാൻ സത്യമായിട്ടും പറഞ്ഞാ, നിങ്ങൾ എന്റെ കൂടെ താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ എത്ര നാള് കൂടിയാന്നറിയോ ഞാൻ മലയാളമൊക്കെ പറയുന്നേ. എന്നാലും നീ സമാനപ്പെടെ ഇരിക്ക. എവളെ ഞാൻ അമേരിക്ക വിളിച്ചിട്ട് ഒരുത്തരുണ്ടായില്ലോ സഹായിക്കാൻ. ഞങ്ങൾ ഇന്ത്യക്കാരെ കണ്ട് പഠിക്കടി. ലുക്ക് ഇന്ത്യൻ ആൻഡ് സ്റ്റഡി. ഓക്കെ കാത്തി, ഡോണ്ട് വെറി, എവറിത്തിങ് വിൽ ബി ഫൈൻ. ഓക്കെ കാത്തി, കം ഓൺ. അതെ സണിജ, എനിക്ക് ആ സാധനം ഒന്നും വേണമായിരുന്നു. ഇതെന്തിനാ നിനക്ക്? ഫേസ്ബുക്കിൽ കയറാനാ. വീട്ടിലെ നമ്പർ പോലും അറിയത്തില്ലെന്നേ. പിന്നെ വീട്ടിലെ നമ്പർ എല്ലാരും ഫേസ്ബുക്കിലല്ലേ ഇട്ട് വെച്ചിരിക്കുന്നത്. എന്തോട് പാസ്വേഡ്?
വൈകസിന്റെ ഫോണൊന്ന് പോയായിരുന്നു, അതാ പറ്റിപ്പോയി. समझे सैयार दिल को ये भर जाती है, तू ना समझे सैयार दिल को ये भर जाती है. ഞാനൊരു പാട്ട് പാടട്ടെ? എനിക്ക് വായനശാല മത്സരത്തിന് ഫസ്റ്റൊക്കെ കിട്ടിയതാ. ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയോരോർമയാൽ പഴകിയോരോർമയാൽ. അത്രയും പഴകിയാ മതി. ഇതിനെന്ത് വാനിശാല എന്താ കിട്ടിയെന്ന്? സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. മേലെ ഈ ഓട്ടുരുളിയായിട്ട് രാജസ്ഥാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നീ കറങ്ങി ഞാൻ അറിഞ്ഞാല് കടല മോള് ഡാൻസ് കളിക്കരി. എന്നാ ഞാനൊരു ഡാൻസ് കളിക്കാം. അകമേ കണ്ണൽ കാലമേ തണവായുതിരുന്നു അകലമിവിടെ മാഞ്ഞുപതിയേ എൻ വഴികളിലോരം ചേരാൻ ശ്രീ ഗണപതായേ ഗണപതായേ. समझे सैयार दिल को ये भर जाती है, तू ना समझे सैयार दिल को ये भर जाती है. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. ഇവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ട ഒരാള് ഇവിടെ വെച്ച് ഓടിച്ചുകൊണ്ടിരുന്ന ബുള്ളറ്റ് ആക്സിഡന്റായി മരിച്ചു. ഈ കേസും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഈ ബുള്ളറ്റ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പം ബുള്ളറ്റ് കാണുന്നില്ല. അവരന്വേഷിച്ച് വന്ന പാണ്ടറ സാനന്ദ ആക്സിഡന്റായി ഇതേ സ്പോട്ടിൽ ഇരിപ്പുണ്ട്. അവര് പിന്നെ എതിർത്തോണ്ട് പോയി സ്റ്റേഷൻ കൊണ്ടുവച്ചു. അപ്രാവശ്യം എന്ത് ചെയ്തെന്നറിയോ? കംപ്ലീറ്റ് ടാങ്കിനകത്ത് കംപ്ലീറ്റ് പെട്രോൾ ഊറ്റിക്കളഞ്ഞു. അതേപോലെ ചങ്ങല വച്ച് വരിഞ്ഞം കെട്ടി. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോ എന്നാ ബുള്ളറ്റ് കാണുന്നില്ല. പിറ്റേ ദിവസം കാണുന്നില്ല. പെട്രോൾ കളഞ്ഞിട്ടു. ഇവിടെ ഉണ്ടായിരുന്ന സാധനം അന്വേഷിച്ചപ്പോ അപ്പൊ തന്നെ ഇവരെടുത്ത് പ്രതിഷ്ഠിച്ചു. അന്ന് മുതൽ ഇത് ബുള്ളറ്റ് ബാബ ക്ഷേത്രമാണ്. ഈ ബുള്ളറ്റ് ഇവിടെ ഉള്ളവർക്ക് ദൈവമാണ്. കാണാതെ പോയ വണ്ടി തിരിച്ചു കിട്ടാനായിട്ട്, പിന്നെ ഈ യാത്രകളിൽ അപകടവും സംഭവിക്കാതിരിക്കാനായിട്ട് അതിനൊക്കെ വേണ്ടി ഓരോരുത്തരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അറിയോ? പിന്നെ ഇവിടെ ഈ വണ്ടിയും കൊണ്ട് വന്ന് പൂജിച്ചു കഴിഞ്ഞാല്
പിന്നെ ആ വണ്ടി നമ്മളെ വിട്ട് പോകത്തില്ലെന്നാ ഐതിഹ്യം. ഇച്ചാന്റെ വണ്ടി ഇവിടെ പൂച്ചിട്ടുണ്ടോ? ഈ വണ്ടി ഇത് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞ നാട്ടുകാർ തൊഴിക്കും. പിന്നെ പൂജ യവനെ കൊണ്ട്. എന്റെ വണ്ടി ഒരു ദിവസം പൂജിക്കണം. ആ നല്ലതാ. എന്റെ വണ്ടി അന്ന് ഇവിടുന്ന് പഞ്ചറായതും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും ഈ ബുള്ളറ്റ് ബാബയുടെ കളികളല്ലേ ജോസ്മോനെ? ആയിരിക്കും അല്ലേ? വല്ല മനസ്സിലാവുന്നുണ്ടോ? No. There is an interesting story behind this temple. Oh. Long back, a royal family member was very fond of India. Karthi, what you thinking? This journey has changed me a lot. How? മലയാളം. Yeah. പറ കേക്കട്ടെ. Nyan have money, not happy. Nyan have no money, happy. Ella humans related. Anu. Anu. Ni nearby taught me that. You now happy? Yeah. But ഞാൻ no happy. Why? House, amma, mother, sister, friends, club, all missing. I know happy. എനിക്ക് വീട്ടിൽ പോവാൻ തോന്നുക. I miss home. You miss home? Why? അമേരിക്കൻ ലൈൻ ഉണ്ടോ? യു ലൈൻ അമേരിക്കൻ? What line? ഈ ബോയ് ഫ്രണ്ട്, ലവർ. Oh. Not anymore. Why? Enake casino jackpot kitty. Then he avana money venom. Oh. So then I told him that Humans are single. This money my money, this money your money no. അല്ലേ? yeah. പാവം പിടിച്ചവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. He escaped. Yeah, he escaped. Do you have a girlfriend? നമുക്ക് ഗേൾഫ്രണ്ട്. ഈ പ്രാരാബ്ദത്തിനിടയ്ക്ക് നമുക്ക് അങ്ങനെ ഗേൾഫ്രണ്ട്. ഇൻ ഇന്ത്യ ലവ് ഗേൾഫ്രണ്ട് വെരി വെരി എക്സ്പെൻസീവ്. ഡിക്കർ കയറിപ്പോ. അപ്പൊ നമുക്ക് നോ ഗേൾഫ്രണ്ട്. Well, girlfriend anywhere in the world. Expensive, Anu. ആണോ? Anu. അമേരിക്കയില് എന്നാ പണി? ജോബ്? I work in a casino in accounting. കാസിനോ വേണോ? മറ്റേ ലോട്ടറി പരിപാടി? Yeah. അത് കൊള്ളാം. Your job? എനിക്ക് വൺ ജോബിനോ കൊറേ ജോബ്. പെയിന്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഡ്രൈവർ, മെക്കാനിക്, കൂലിപ്പണി. ലോട്ട് ഓഫ് പണി, ബട്ട് നോ മണി. You should open a workshop for bullets. Yeah, you're an expert with your bullet. Yeah. ഓപ്പണം.
ഞാൻ കാര്യം വണ്ടി നേരെയാക്കി പിന്നീടാ സ്റ്റാർട്ടാവോ നോക്കാം. दिखाओ. See? Pain. Pain. Your pain. Pain. Pain on head? No. Oh. अभी प्रॉब्लम है तो स्कैन करना है. स्कैन? बाहर जाकर स्कैन और एक्सरे भी करना है. एक्सरे? एक्सरे भी लेना है. हाथ में भी थोड़ा प्रॉब्लम है. എന്നായി? കയ്യില് ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാ പറയുന്നേ. ഇനിയിപ്പം എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണം, അതും പുറത്തു പോയി ചെയ്യണം. നീ വാ. അയ്യോ, അതിനൊക്കെ ഒരുപാട് പൈസ ആകത്തില്ലേ? ആവും. ഇപ്പൊ എന്നാ ചെയ്യാനാ? നമുക്ക് എന്തിനും വഴി ഉണ്ടാക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളെ സ്കാനിങ് സെന്ററിലാക്കാം. എന്നിട്ട് ഞാൻ പോയി പൈസ സംഘടിപ്പിച്ചോണ്ട് വരാം കേട്ടോ. I'm sorry. സോറി. ഓരോന്ന് വരുത്തി വെച്ച് സോറി പറഞ്ഞാൽ മതിയല്ലോ. What happened at the small hospital? അവിടെ നോ പ്ലാസ്റ്റർ, നോ മെഡിസിൻ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ, സോ No medicine at a government hospital? ഇവിടെ അങ്ങനെയൊക്കെയാണ്. So that's why all your ministers come to America for treatment. അവർക്ക് നടക്കും, പക്ഷെ പാവം ജനങ്ങൾക്ക് നോ മെഡിസിൻ. കള്ളന്മാര്, തീഫ് മിനിസ്റ്റേഴ്സ്. Thief ministers. Ministers, Allah. Common people, thieves too. Bag, wallet, passport, yeah. അതും നേരാണ്. ഒരു സത്യം പറയട്ടെ? ഐ ടെൽ വൺ ട്രൂത്ത്. Yeah. ഞാൻ സ്മോൾ കള്ളത്തരം. ഐ തീഫ് യു. How? This easy types. Okay. We travel this type. Understand? Yeah, I understand. More day, more money. So small kalataram. At the knee, one day Indian minister. എവിടെയാ സമയം? ആഹാ, ശരിയൊക്കെ ആയല്ലോ. റാം റാം. എടേ, ഇത് കഴിക്കേണ്ട വിധം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് മരുന്നിന്റെ. ഇതെങ്ങനെയാ കൊടുക്കണ്ടേന്നുള്ളത് കേട്ടോ. ഓക്കെ. ഇനി 2 ദിവസം കൂടി ഇവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറയുന്നത്. അതല്ലേ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല ഇങ്ങനെയാ. ഒരാവശ്യമില്ലെങ്കിലും വെറുതെ കിടത്തും. കാതി, നെക്സ്റ്റ് വീക്ക് യു ഹാവ് അപ്പോയിന്റ്മെന്റ് അറ്റ് എംബസി. ഓക്കെ? അപ്പൊ നല്ല മിഴുകി അടിപൊളി നടക്കണം. സീ യു ലേറ്റർ. ഇങ്ങനെ സടിച്ച ഇത്ര പൈസയൊക്കെ എവിടുന്ന? അതെവിടെ? പിന്നെ നീ അവളോട് പൈസയുടെ കാര്യം എങ്ങനെയെങ്കിലും പറയണം. ഞാൻ പറയാം കേട്ടോ. നീ വല്ലതും വാങ്ങിച്ചു കഴിക്കും. ഞാൻ പോട്ടെ എന്നാ. ഓക്കെ. വാഴ്വേ നീ എന്ന പോലവേ നിഴൽ പോലെ കൂടെ ഞാനിതാ
കിതപ്പാർന്നു ശ്വാസം തേങ്ങിയോ നീ വന്നോ ജോസ്മാനെ? നീ വന്നാ ഇതൊന്ന് പുരട്ടിത്താ. അവള് ചട്ടും വെച്ചെറിഞ്ഞ എന്നാത്തിനാ? അവളുടെ സ്വർണം കൊണ്ട് പണയം വെച്ചേനെ. ഈ സ്വർണം പണയം വെച്ച കാശാണോ ഒന്ന് ആശുപത്രി കൊണ്ട് തന്നെ? आज मेरी माला नहीं मिली तो मैं मर जाऊला. പോയി മറിച്ചാവോ? चोर कहेंगा. അവളുടെ സ്വർണം തിരിച്ചു കൊടുത്തില്ലേ പോയി ചത്ത് കളയൊന്ന്. ശരിക്കും ചാവോ? ചാവാനാണെങ്കി എത്ര തവണ ചാവണ്ടാടാ. ഇത് സ്ഥിരം ഡയലോഗാ. താലിമാലയാണ് ഒരു സെന്റിമെന്റ്സ് കൂടുവന്നേ ഉള്ളൂ. അവള് കാശിന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? അവള് പറയുന്ന സമയം എടുക്കുമെന്നാ. ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? അതിരിക്കട്ടെ, ഞാൻ അന്ന് തന്ന പൈസയുടെ ബാക്കി വല്ല ഇരിപ്പുണ്ടോ? അതൊക്കെ എപ്പോഴും തീർന്നു. ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ബില്ലെന്ന് പറഞ്ഞു 34,000 രൂപ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ അരി ഇത്ര വലിയ 34,000 രൂപയോ? ആന്നേ. പിന്നെ സ്കാനിങ് മറ്റേത് മറച്ചത്. എനിക്കാണെങ്കിൽ ഭാഷ അറിയാത്തിന്റെ പ്രശ്നമുണ്ടേ. ഇന്നലെ ICU വരെ കൊണ്ട് കൊടുത്തിരുന്നേ. ICUലോ? എന്നതിന്? ആ മലയാളി നേഴ്സ് പറയുന്നത് എത്രയും പെട്ടെന്ന് നടന്ന് ഡിസ്ചാർജ് വാങ്ങി പൊക്കോളാനാ. ഇല്ല ഇനിയും പണി കിട്ടും. അതെന്നറിയോ, അവള് ഫോറിനറും കൂടെ ആയണ്ടേ അവര് നല്ലപോലെ പിഴിയും. ഇനിയിപ്പോ എന്നാ കണ്ടിച്ചാ ചെയ്യുന്നേ? എത്ര കാശ് ഇവിടെ നോപ്പിക്കാന്ന്. സാറ ദൈവനെല്ലാം വഴി കാണിച്ചു തരും. നീ വാ. आज अगर माला नहीं लाए तो घर में मत आओ. പോത്തെ, നിനക്ക് കൊണ്ടാന്ന് പറഞ്ഞല്ലേ? അവിടെ മനുഷ്യൻ മനസ്സിലാവാത്ത ശവങ്ങള്. സണിജ, ഈ സമയത്ത് ചേച്ചിയോട് അങ്ങനെ പെരുമാറരുത്. അതെ, ഞാൻ ഐഡിയ പറയാം. ചലോ ബാബു, ചെല്ലുമ്പോഴത്തേക്ക് തലയുണ്ടായാൽ മതി. Go and take rest. Go. Where's our bullet? Josman. ബുള്ളറ്റ് ഞാൻ ഐസയിൽ. Why? For what? പിന്നെ ഞാൻ എന്നെ ആണായിരുന്നു പറ. പിന്നെ ഇവിടെ ഈ അവസ്ഥയിൽ ഇട്ടേച്ച് പോണായിരുന്നു. സണിച്ചാന്റെ അടുത്ത് നീ പൈസ മേടിക്കാൻ പറ്റത്തില്ല. അത് ശരിയല്ല. Nee. Not sell for home. Or sister. Why Aniki? I know money. You know money. സണിച്ചാന്റെ know money. പിന്നെ വിൽക്കാതെ എന്നാ ചെയ്യും? I have money, Josmon. I have. അപ്പോ you tell no money? I can arrange it. I can get money. Nan namude no money situation enjoying. So nan paranila. Enore endani not telling bullet situation selling. പോട്ടെ, സാരമില്ല. യു ഗിവ് മീ ബിഗ് മണി. അല്ലെങ്കിൽ അന്ന് യു നോ കം ബുള്ളറ്റൈസ് ചെയ്യും. പിന്നെന്താ? സാരമില്ല. ഫോർ യു നോ പ്രോബ്ലം. പോട്ടെ. No one has ever loved me like this before. വണ്ടി എടുക്കാൻ മറിച്ചു വിൽക്കുക, അതാണ് ഇവന്റെ പണിയെന്ന് പറഞ്ഞോണ്ടാ അത് വിൽക്കാൻ ഞാൻ സമ്മതിച്ചത്.
ആ ബുള്ളറ്റ് അവന് ഇത്രയും പ്രിയപ്പെട്ടതാണെന്ന് കാത്തി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിപ്പോ അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അവർ ബുള്ളറ്റ് ഈസ് നോട്ട് ഇൻ രാജസ്ഥാൻ നൗ. ഇറ്റ്സ് ഓൾറെഡി ഗോൺ. I need to buy back his bullet. I'll pay for it. I don't care. I just need to buy it back. ഇനി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് വെച്ചാ നടക്കും. പക്ഷെ വേണ്ടതാണ് ഞാൻ പോട്ടെ. എന്നാണേലും ഒരു ദിവസം അതെന്റെ കയ്യിൽ നിന്ന് പോകും. ഇനിയിപ്പോ തിരിച്ചു കിട്ടിയാലും അധികം താമസിയാതെ വിൽക്കേണ്ടി വരും, ഉറപ്പാ. ഇതിപ്പം ഇവക്ക് വേണ്ടി ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വിറ്റാന്ന് ഓർത്തേലും സമ്മാനിക്കാലോ. അല്ലേലും എന്റെ കുറെ കടമൊക്കെ വീട്ടിൽ വെച്ചില്ലേ ബുള്ളറ്റ് പോയത്. പിന്നെന്താ ഇവളുടെ എംബസിയിലെ കാര്യമൊക്കെ കൃത്യമായിട്ട് നടക്കണം. കാശില്ലാത്തോണ്ട് അത് നടക്കാതിരിക്കണ്ട. കുറച്ച് പൈസ ബാക്കിയുണ്ട്. ഒന്ന് സന്നിച്ചല്ല ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. പോണ്ടേ? എംബസി ബോംബെ പോണ്ടേ? പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഉള്ളതൊക്കെ എടുത്തോ. I don't want to go home. ശരി ചേച്ചി. പോലീസ് സ്റ്റേഷനിലുള്ള ലെറ്റർ എംബസി കൊടുക്കാനല്ല. സേഫായിട്ട് വയ്ക്കും. ശരി. Honey, I'd like to stop here. താനേ മൗനം പുലർന്നുവോ, മറക്കാൻ മനസ്സേ മൊഴിഞ്ഞുവോ, പാടെ ഞാനിന്നെരിഞ്ഞുവോ, കിതപ്പാർന്ന ശ്വാസം തേങ്ങിയോ. कैसे मैं बताऊं दिल को दूरियां मिला ले हमको मार कर वो रास्ते बता रहे हैं आरज़ू. कैसे मैं बताऊं दिल को दूरियां मिला ले हमको मार कर वो रास्ते बता रहे हैं आरज़ू. താനേ മൗനം പുലർന്നുവോ, മറക്കാൻ മനസ്സേ മൊഴിഞ്ഞുവോ, പാടെ ഞാനിന്നെരിഞ്ഞുവോ, കിതപ്പാർന്ന ശ്വാസം തേങ്ങിയോ. നാം കടന്ന പാതയോരം ഇന്നിരുട്ടു വീണ നേരം കാൽപ്പറിഞ്ഞ മണ്ണ് പോലെയുള്ളിലെന്ന ഓർമ്മയാ. കാർത്തി, അപ്പോ ടുമോറോ യു ഗോ അമേരിക്ക അല്ലേ? You know, Ara and a ticket given? ആരാ? My mother. 7 year, no contact. But ഇപ്പോൾ ഞാൻ call mother. End call, mother big happy.
I called because of you. Because of India. 7 years, eh? I no call my mother 7 years. I die. Nyan reach America? Give back your money. Just give me your bank account. അയ്യോ ഒന്നും വേണ്ട. നോ കാത്തി, നോ. ഇങ്ങോട്ട് ഗിവ് ബാക്ക് മണി. നമ്മൾ തമ്മിൽ പിന്നെ നോ റിലേഷൻ. ഇൻ ദ വേൾഡ് 1 person only. You give money to me. ബാക്കി എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളേ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനൊരു സുഖമുണ്ട്. നൈസ് ഫീലിംഗ്. ഐ നോ മണി ഹാപ്പി. യു ഗോ ഹാപ്പി. അപ്പോ നാളെ യു ഗോ അമേരിക്ക, നോ കം ബാക്ക് ഇന്ത്യ അല്ലേ? അപ്പൊ വി നോ സീ ആഫ്റ്റർ. ഞാനിപ്പോ നിന്നെ കാണാൻ അങ്ങോട്ട് വരാന്ന് വെച്ചാലും എന്നെ പോലൊരുത്തന്നെ എങ്ങനെ വിസ കിട്ടാനാ? ഐ ട്രൈ കം അമേരിക്ക, നോ വിസ. ഡിയർ വൺ പ്ലേസ്, നോ ഫ്രീഡം. ഗോ സീ, നോ ഫ്രീഡം. വാട്ട് വേൾഡ്. Why are you no talking? ഏയ് ഒന്നുമില്ല. നത്തിങ്. ലെറ്റർ എനിക്ക് പറയാനുള്ളതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ മലയാളം എനിക്ക് ഇംഗ്ലീഷിൽ കത്തെഴുതാനൊന്നും അറിയത്തില്ല. ഐ നോ റൈറ്റ് ഇംഗ്ലീഷ്. എന്നേലും എപ്പോഴേലും സൗകര്യം വരുമ്പോ വായിച്ചാ മതി. യു റീഡ്. Happy journey. I just want... മലയാളത്തിൽ എഴുതിയ പുസ്തകം പുറത്തുകൊണ്ടേ പ്രകാശനം ചെയ്യേണ്ട അവസ്ഥയാ. ഇതിൽ കൂടുതൽ എന്ത് വരാനാ? ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കും. ബോർഡിംഗ് കംപ്ലീറ്റ് ആയി. ഞാൻ വെക്കാം. ഓക്കെ ബൈ. Could you read this to me? Kathy? Nobody loved me like Kathy, my entire life. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണും എന്നെ സ്നേഹിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്.
നമ്മൾ ഉമ്മ വെച്ചു, ഒരുമിച്ച് ഉറങ്ങി. ഞങ്ങൾ ഇന്ത്യക്കാരാ. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആ പെണ്ണ് ഭാര്യയുടെ സ്ഥാനത്ത്, എന്റെ ഭാര്യയായിട്ട്, എന്റെ പെണ്ണായിട്ടാ ഞാൻ നിന്നെ കാണുന്നത്. ഇനി വേറൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല. നീ തിരിച്ചു വന്നാലും ഇല്ലേലും കാത്തി, നീ എന്റെ പെണ്ണ്. ഐ ലവ് യു കാത്തി. വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, പക്കയാ. പിന്നെ ഈ സൗണ്ട് അത് പുതിയ വണ്ടി ആയതുകൊണ്ടാ, സാരമില്ല. പക്ഷെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ? ഏയ്, ആ ട്യൂണിംഗ് ഒന്ന് ശരിയാക്കിയാ മതി. ആശാനെ ട്യൂണിംഗ് ഒന്ന് നോക്കിയേ. ബസ് സർവീസ് കഴിഞ്ഞില്ലല്ലോ? ഇല്ലില്ല. ഒരു രജിസ്റ്റർ ഉണ്ട്, ഒന്ന് സൈൻ ചെയ്യാം. ആ ശരി. അയ്യോ, ഇംഗ്ലീഷാണല്ലോ. ചേട്ടാ ഒന്ന് ഇത് വായിച്ചു തരൂ. നോട്ടെ. ഇത് രാജസ്ഥാനിലെ പാലി എന്ന പോലീസ് സ്റ്റേഷൻ എന്നുള്ള ലെറ്ററാ. എന്റെ വിഷയമുള്ള കേസാണോ? അല്ലല്ല, ഇതവിടെ വെച്ച് നിങ്ങളുടെ പേഴ്സോ ലൈസൻസോ ഐഡിയോ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ആ, അതിൽ ഐഡിയും ഡ്രൈവിംഗ് ലൈസൻസും കിട്ടിയിട്ടുണ്ട്. പോയി കൈപ്പറ്റിയോ അല്ലെങ്കിൽ അയച്ചു തരാന്നാ? വണ്ടിയിൽ അതൊന്നും ലൈസൻസ് കിട്ടിയിട്ട് എന്നെ കാണിക്കാനാ? ഇതൊക്കെ എപ്പോഴാവശ്യം വരാന്ന് പറയാൻ പറ്റില്ല ബായ്. പോയി വാങ്ങ്. എത്രയായി? ഒന്നും വേണ്ട. ഓക്കെ, താങ്ക്സ്. ജോസ്മോൻ ചേട്ടാ, നമ്മുടെ പന്തളങ്കാറ വണ്ടിയിൽ കൊടുക്കാൻ പറ്റുമോ? അവര് ഇന്ന് വരുമെന്ന്. നമുക്ക് കൊടുക്കണം. നീ അത് തീർത്തിട്ടോ ആ കവറോണം കൂടെ എടുത്തു. ഹലോ ജോസ്മോനെ. തണിച്ചായ എന്നാടാ ഇങ്ങനെ പോകുന്നു. പിന്നെ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ കത്ത് വന്നായിരുന്നോ? ആ വന്നു ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ SI കണ്ടായിരുന്നു. നീ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ഓ, ഞാൻ വരുന്നില്ല ചായ. അവരോട് അതിങ്ങ് അയച്ചു തരാൻ പറയാൻ പോവാ. ഇവിടുന്ന് അങ്ങനെ ഇട്ടെറിഞ്ഞ് വരാൻ പറ്റുമോ? അതന്നെ വർത്താനടാവേ. പിന്നെ എനിക്കൊരു ചെറുക്കൻ കൊച്ചുണ്ടാടാ ഇന്നലെ. ശരിക്കും? ആ, അടിപൊളി, കൺഗ്രാജുലേഷൻ, പൊളിക്കൂ. പിന്നെ പൊളിക്കാതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്തൊക്കെ തിരക്കുണ്ടേലും നീ കൃത്യമായിട്ട് ഇവിടെ വരണം. 2 കാര്യങ്ങളാ ഉള്ളത്. ഒന്ന്, എനിക്ക് സാധനം വാങ്ങിക്കാം. പിന്നെ ഈ എന്റെ കൊച്ചിന്റെ പേരിടൽ ചടങ്ങുണ്ട്, അതിന് നീ മസ്റ്റായിട്ട് വരണം. നിനക്കറിയാലോ, എനിക്ക് വേറെ ബന്ധുക്കൾ ആരുമില്ല കേട്ടോ. അപ്പൊ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. അടുത്ത ഞായറാഴ്ച നീ ഇവിടെ കണ്ടേക്കണം. വേറെ വർത്താനമൊന്നുമില്ലല്ലോ?
നിന്റെ ബുള്ളറ്റ് അല്ലല്ലോ നിന്റെ അപ്പൻ. നീ ഇവിടെ വന്നത് നിന്റെ ID കാർഡ് വാങ്ങാനും എന്റെ കൊച്ചിന്റെ പേരിൽ ചടങ്ങിന് നോക്കിയാ. എന്നാ എന്നാൽ ഇവളിവിടെ വന്നത് നിന്റെ ഈ ബുള്ളറ്റ് തിരിച്ചെടുത്ത് തരാനായിട്ടാ. ഇവളിവിടുന്ന് പോയതിന്റെ അന്ന് ഒരു ദിവസം വിളിക്കുമായിരുന്നു, വണ്ടി കിട്ടിയോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ കണ്ടെത്തുകയും ചെയ്തു. അവര് ചോദിച്ച പൈസ കൊടുത്ത് ഇവളത് തിരിച്ചു വാങ്ങിച്ചു. എടുത്തോണ്ട് പോക്കോ. With you, India. Kadichu Kandapol, Eneke America. Iriken Patinilla. India full. Kandanyan. Orikilum. America Pokatilla. So Eneke with you. Full India. Kananam. Pinna. Why not? Pinna. Pinna boyaka. Just one. Nothing official about it. Hello. Jasmine. Kalaki. किसी ने बताया मुझे ऐसा नहीं जाएगा, कभी भी तो हो जाएगा गीत मोहब्बत हो. തോലൈ ദൂരം മഴക്കാലം നീലാവാനം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അമേരിക്ക വൺ തിങ് സൂപ്പർ. What's that? അമേരിക്ക കിസ്. അവിടെ അങ്ങനെയൊക്കെയാണ്. Josmane. Shall we go? What's our next destination? Next destination നമുക്ക് ഉത്തരാഖണ്ഡ് മൊത്തം കറങ്ങി നേപ്പാള് കടന്ന് സിക്കിം കേറി ഭൂട്ടാൻ മേഘാലയ ആസാം വഴി വെസ്റ്റ് ബംഗാളിൽ ചെന്ന് ചാടാം. അവിടുന്ന് ഒറീസ തെലങ്കാന തിരുപ്പതി കടന്ന് ചെന്നൈ സേലം തമ്പന്തേനി കുമളി കഴിഞ്ഞാൽ കോട്ടയായി വീടെത്തി. അമ്മയ്ക്ക് ഇതൊരു ഷോക്കായിരിക്കും. അപ്പം ചേർത്ത് കൂട്ടറൊക്കെ ഞെട്ടും. ചിലപ്പോ ക്ലബിലൊരു സ്വീകരണം കിട്ടിയേക്കാം. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാറാണ്.